നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒറ്റ ചോദ്യമുള്ളൂ, എയിംസ് എവിടെ മറ്റേ മോനെ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് എയ്ഡ്സ് വരും കേട്ടോ മറ്റേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ കയറിയുന്നുകൊണ്ട് ജനങ്ങളുടെ കരഘോഷത്തിനായി പ്രസംഗം നടത്തിയ ഒരു മോനോടുള്ള ചോദ്യമാണ് ഇത്. എവിടെ എയിംസ്? കടലാമ സംരക്ഷണം, അതിന് കടലാമ വന്നു. ഒരുപക്ഷെ ഇനിയും തമിഴിൽ പ്രസംഗിച്ചുകൊണ്ട് ആമ ആമ എന്ന് പറഞ്ഞപ്പോൾ ശരി കേരളത്തിനിരിക്കട്ടെ ആമ എന്ന് കരുതിയിട്ട് കടലാമ സംരക്ഷണം കൊടുത്തതാണോ? അവർക്ക് പ്രത്യേക പാത, ധാതുവിന് പ്രത്യേക ഒരു ഇടനാഴി, ഇതൊക്കെ കൊടുത്തു. കാര്യമൊക്കെ ശരി തന്നെ. എന്തിനാണ് ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള ഇൽമനൈറ്റ്, മോണോസൈറ്റ് അടക്കമുള്ള നമ്മളുടെ ധാതുക്കൾ എന്തിനാണ് ആന്ധ്രാപ്രദേശിലേക്ക് കടത്തുന്നത്? കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു തരം ഒളിച്ചു കടത്തലാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇതിൻ്റെ ഒരു സ്വകാര്യവൽക്കരണം എന്ന് തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ടി വരും. അതിനാണ് ഇങ്ങനെയൊക്കെ നടപടിയാക്കിയത്. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. നമുക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, കേരളത്തെ ഇത്രയും ശക്തമായ രീതിയിൽ തഴയാനുള്ള കാരണം എന്താണ്? കാരണം നമുക്ക് ഗുണകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ശ്രീധരൻ ഓഫീസ് തുടങ്ങാൻ പോയി. എന്താ? അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് സംവദിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ആ പറയുന്ന അദ്ദേഹത്തെ സാറെന്ന് തന്നെ വിളിക്കേണ്ട ഒരു പദവിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. കാരണം അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ ഇപ്പോൾ മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഈ ശ്രീധരൻ എന്ന് നമുക്കറിയാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം രാഷ്ട്രീയക്കാരനായി നിന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തോട് സംസാരിക്കരുത്. കാര്യം രാഷ്ട്രീയത്തിൽ ഒരു ചേമ്പുമല്ല ഈ പറയുന്ന ആൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാകാം അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് പ്രായാധിക്യം കൊണ്ടുമാകാം ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അതിവേഗ റെയിലിനെ കുറിച്ച് കേന്ദ്രം ആലോചിച്ചിട്ട് പോലും ഇല്ല കേരളത്തിന് ഇങ്ങനെ ഒരു അതിവേഗ റെയിൽ പാത നൽകുന്നതിനെ കുറിച്ച്. അപ്പോഴേക്ക് തൻ്റെ ഈ DPR ഉണ്ടെന്നും ആ DPRന് 12 കോടി രൂപ വേണമെന്നും അടക്കം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഓഫീസ് തുടങ്ങാൻ പോകുന്നു. എന്തിന്? ആർക്ക് വേണ്ടി? അതേസമയം കേരളം ഒന്ന് തുടങ്ങി. കാര്യം കേന്ദ്രം ഇങ്ങനെയൊക്കെ പണി തരും എന്നുള്ള കാര്യം കേരളത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കേരളം കൃത്യമായി ഒരു റെയിൽപാത തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു പദ്ധതി ഇട്ടു. അത് മെട്രോയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന തരത്തിലൊരു പദ്ധതി. ഇത് കേരളത്തിന് അറിയാമായിരുന്നു കേന്ദ്രം ഇങ്ങനെയൊക്കെയുള്ള പണി കാണിക്കുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് സുരേഷ് ഗോപിക്ക് എന്താ മിണ്ടാട്ടം ഇല്ലാതെ പോയത്? ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ട് നമുക്ക്. ആ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടെന്നേ. ആ പ്രശ്നങ്ങളെ നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി എപ്പോഴെങ്കിലും ഒന്ന് അഡ്രസ്സ് ചെയ്തോ? കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു വാക്കുച്ചരിക്കാൻ നിർമ്മലാ സീതാരാമന് കഴിഞ്ഞോ? ഈ ആമക്കച്ചവടം അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ കേരളം എന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമല്ലെന്നും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമായി പോലും ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിളംബരമല്ലായിരുന്നോ ആ ബജറ്റ് പ്രഖ്യാപനം? എന്നിട്ട് ഇതിനെ താങ്ങി നടക്കുന്ന കുറേ വിവരമില്ലാത്ത കുറേ BJPക്കാരുണ്ട്. അങ്ങനെ തന്നെ പറയും. വിവരമില്ലാത്ത നാടിനോട്, പിറന്ന നാടിനോട് ലെവലേശം, ഒരു കൊണിശം, അരകഴഞ്ച് സ്നേഹം ബാക്കിയില്ലാത്ത കുറേയധികം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതിനെ അങ്ങ് പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോട്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കേരളമായിരുന്നോ? അല്ല. ഇപ്പം BJPക്കാരനായി കേരളത്തിൽ വരുന്നു, നേമത്ത് എവിടെയെങ്കിലും നിന്ന് മത്സരിക്കുക, വിജയിക്കുക. ഇതല്ലാതെ രാഷ്ട്രീയത്തെ അധികാര ശ്രേണിയിൽ അല്ലെങ്കിൽ അധികാരത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവനോപാധി മാത്രമായി കാണുന്ന ഇത്തരക്കാർക്ക് കേരളത്തോട് തോന്നും പുച്ഛം. നാളെ ഒരിക്കൽ ഈ കേരളക്കാർ അംഗീകരിക്കേണ്ടത് ഈ BJPക്കാരെയാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർ? ഇല്ല. കാരണം എന്താ? കേരളക്കാർക്ക് ഇവരെ വേണ്ട. എന്നിട്ട് പറയാം ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നോട്ടെ, ഞങ്ങൾ അങ്ങ് കാണിച്ചു തരാമെന്ന്. എന്ത് കൊല കാണിക്കാനാണ് ഇവർ? എന്ത് തേങ്ങ കാണിക്കാനാണ് ഇവിടെ കാണിക്കുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി നിങ്ങൾ കാണിക്കണമായിരുന്നു. അതിനുള്ള തൻ്റെ ഇടവോ അല്ലെങ്കിൽ അതിനുള്ള ആർജവമോ നിങ്ങൾക്കില്ലാതെ പോയി. ഏകദേശം 2,03,801 കോടി രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടാനുണ്ടെന്നേ വിഹിതമായിട്ട്. പദ്ധതി വിഹിതം പറഞ്ഞല്ലോ, ജൽജീവൻ മിഷൻ, മറ്റേ ഹെൽത്ത് മിഷൻ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. അപ്പോഴും കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 2,03,801 കോടി രൂപ എവിടെ എന്ന് ജനം ചോദിക്കും. എവിടെയാണ് ഈ പദ്ധതി നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ തരാനിരുന്ന ഫണ്ട്? അതിൽ അത്രയും രൂപ എവിടെ എന്ന് ചോദിക്കും. നമ്മുടെ ഗ്രാൻഡിൽ കുറവ് വരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വെട്ടിക്കുറച്ചു എന്നുള്ള കാര്യം പോട്ടെ, അതിന് പകരമായി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന അതിനകത്ത് ആകെപ്പാടെ നമുക്ക് 1,51,000 കോടി രൂപയാണ് നമുക്ക് ആ പദ്ധതി വിഹിതമായി നമുക്ക് കേരളത്തിന് കിട്ടേണ്ടിയിരുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ആകെ നീക്കിവെച്ച എത്രയാണ്? വെറും 30,000 കോടി രൂപയാണ്.
അപ്പോൾ എത്ര കോടി രൂപ അല്ല അവിടെ നഷ്ടം വന്നു എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു നോക്കണം. ഇതാണ് കേരളത്തെ ഞെരുക്കുന്ന ഒരു രീതി. കഴിഞ്ഞ തവണ ഏകദേശം 1,27,000 കോടി രൂപ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം കൊടുക്കാൻ വേണ്ടി നമുക്ക് അനുവദിക്കേണ്ടിയിരുന്ന ഒരു തുക, അതിൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? വെറും 87,000 കോടി രൂപ മാത്രമാണ്. അതും കുടിശ്ശിക കിടക്കുകയാണ് ഇപ്പോൾ. ഇതാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെ ഞെരുക്കുന്ന ഒരു രീതിയാണ്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടത്, അത് ഗ്യാപ് വയബിലിറ്റി ഫണ്ട്, അതിനെക്കുറിച്ച് വല്ലതും മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. അതെല്ലാം വായ്പയായിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മുടെ വയനാട്ടിലുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെ കടബാധ്യത എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിളംബരം കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിളംബരം നടന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഇതൊന്നും ഉണ്ടാകാതെ ഇവിടെ കേരളത്തിനെ എങ്ങനെയെങ്കിലും ഞെരുക്കുക, എന്നിട്ട് ഇവിടെ കുറേ വിളംബരം നടത്തിക്കൊണ്ട് നടക്കാൻ കുറേ മോഴകളായ BJP നേതാക്കന്മാരും. ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്, സുരേഷ് ഗോപി. എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സുരേഷ് ഗോപി ഇവിടെ രാജകീയ പ്രൗഢിയിൽ കലിങ്കിൽ പോയി ഇരുന്നു കൊണ്ട് കുറേയധികം ആൾക്കാരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഘോരം പ്രസംഗിച്ചായിരുന്നല്ലോ. രാഷ്ട്രീയ വേദികളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യടി കിട്ടുമായിരിക്കും. പക്ഷേ ആ കയ്യടി ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇത് പൊതുജനം കേരളമാണെന്നേ, കേരളത്തിലുള്ളവരാ. ഞങ്ങൾ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ ഗോമൂത്രം കുടിച്ചും ചാണകം കഴിച്ചും ജീവിക്കുന്നവരൊന്നുമല്ല കേരളത്തിലുള്ളവർ. അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അവർ തിരിച്ചു ചോദിക്കും, എവിടെ എയിംസ് മറ്റേ മോനെ എന്ന് തന്നെ തിരിച്ച് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആർജവമുള്ള ഒരു തലമുറയുണ്ട് ഇവിടെ കേരളത്തിൽ. അതിനകത്ത് രാഷ്ട്രീയം നോക്കാറില്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അവർ. എയിംസ് എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഞാൻ ഒന്നുകിൽ തൃശ്ശൂർ കുടഞ്ഞിടും അല്ലെങ്കിൽ ആലപ്പുഴ കുടഞ്ഞിടും, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ MK സ്റ്റാലിനെ വിളിച്ച് സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിൽ കൊണ്ടു കൊടുക്കും എന്ന് പറയാൻ നാണമുണ്ടായിരുന്നോ സുരേഷ് ഗോപി എന്ന് ജനം ചോദിക്കും. നാണമുണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഞങ്ങളും ചോദിക്കുന്നു, നാണമുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ? എയിംസ് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ? ഇപ്പം ഇവിടെ ഇടണോ? ഞാൻ ഇപ്പം പറയാം. ആലപ്പുഴക്കാർ പറ ഇവിടെ ഇടണോ? ഞാൻ ഇപ്പം ഇടാം. തൃശ്ശൂർക്കാർ പറ ഇവിടെ ഇടണോ? ഞാൻ ഇപ്പം ഇട്ട് തരാം. ഇനി അതല്ല, ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞാൻ സ്റ്റാലിനെ വിളിച്ചു കൊടുക്കും. എത്രയോ വർഷക്കാലമായി എയിംസിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കേരളക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. സജി ചെറിയാൻ കൃത്യമായി മറുപടി പറഞ്ഞില്ലേ? നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറുകൾക്കകം 24 മണിക്കൂറിനകത്ത് ഞങ്ങൾ ഭൂമി അനുവദിച്ചിരിക്കും എന്ന് പറയാൻ ആർജവമുള്ള ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ. അദ്ദേഹം പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇല്ലാത്തൊരു സാധനം എങ്ങനെയാണ് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുക? ഇങ്ങനെയെല്ലാം കേരളത്തെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴെങ്കിലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് അവിടെ വന്നിട്ട് എന്താ പറയുക? ഞങ്ങളുടെ ബ്ലൂ പ്രിന്റ്, നഗര വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് സമർപ്പിക്കും എന്ന് പറഞ്ഞു. എവിടെ ബ്ലൂ പ്രിന്റ്? പറയട്ടെ. VV രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ മേയർ പറയട്ടെ, എവിടെയാണ് ആ ബ്ലൂ പ്രിന്റ് ഇരിക്കുന്നത്? ബ്ലൂ പ്രിന്റർ വല്ല ആയിരിക്കും അത് ഉദ്ദേശിച്ചത്. ബ്ലൂ കളറിൽ അച്ചടിച്ച് വരുന്ന പ്രിന്റർ, അതാണല്ലോ ഇപ്പോൾ ട്രോളായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാ ബ്ലൂ പ്രിന്റ്? VV രാജേഷിന് പോലും അറിയില്ല. രാജേഷ് പോലും ഇപ്പം മിണ്ടാട്ടം മുട്ടിയിരിക്കുക. എന്തിനേറെ രാജേഷിനെ അടുപ്പിച്ചില്ലല്ലോ സ്വീകരിക്കാൻ പോയ ചടങ്ങിൽ. പ്രോട്ടോക്കോൾ പ്രകാരമുള്ള രീതിയിൽ പോലും VV രാജേഷിനെ ആ പരിസരത്തോട് അടുപ്പിച്ചില്ല. എന്നിട്ട് ബ്ലൂ പ്രിന്റ് തപ്പി നടക്കുകയാണ്. ഇവിടെ നഗരത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വികസന രേഖ അവതരിപ്പിക്കും പ്രധാനമന്ത്രി 45 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ വന്നു കണ്ടു പോയി. ഇതിനു മുമ്പുണ്ടായിരുന്ന ചില പദ്ധതികളൊക്കെ അവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോവുകയും ചെയ്തു. എവിടെ? എന്നിട്ട് പദ്ധതി എവിടെ? തിരുവനന്തപുരത്തുകാരെ പച്ചയ്ക്ക് പറഞ്ഞു പറ്റിക്കുന്നവരാണ് BJPക്കാർ എന്ന് പറയുന്ന ഒരു BJPക്കാർ. സത്യമല്ലേ അത്? നമ്മൾ കണ്ട അങ്ങനെ തിരുവനന്തപുരത്തുകാർ പലരും ഇത് പ്രതീക്ഷിച്ചോണ്ടാ തിരുവനന്തപുരത്ത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ വികസനം സാധ്യമാകും എന്ന് തിരുവനന്തപുരത്തുകാർ വിശ്വസിച്ചു. അങ്ങനെ വോട്ട് ചെയ്തു. അതൊരു തരത്തിൽ പറഞ്ഞാൽ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത വോട്ടുകളല്ലേ അതെല്ലാം. അല്ല എന്ന് പറയാൻ കഴിയുമോ? തിരുവനന്തപുരത്തുകാർ തന്നെ പറയട്ടെ, നിങ്ങളതൊന്നും വിശ്വസിച്ചിരുന്നില്ല. തിരുവനന്തപുരത്തുകാർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല, ഞങ്ങളതൊന്നും വിശ്വസിച്ചിരുന്നില്ല, ഞങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിച്ചാണ് എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ തിരുവനന്തപുരത്തുകാർക്ക്? അതിനുള്ള തൻ്റെ ഇടം തിരുവനന്തപുരത്തുകാർക്കും ഇല്ല. കാര്യം അവർക്കറിയാം അവർ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. ഇതുവരെ ഉണ്ടായിരുന്നതല്ല, ഇതിനപ്പുറം ഒരു വികസനം തിരുവനന്തപുരത്തിന് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരാണ് ആ വോട്ട് ചെയ്ത ഏറിയ പങ്കും. എന്നിട്ട് കിട്ടിയോ ബ്ലൂ പ്രിന്റ്? ഇല്ല, ബ്ലൂ പ്രിന്റും കിട്ടിയില്ല. ഈ പറയുന്ന പോലെ ജ്യോതിയും വന്നില്ല, പുകയും വന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതേ അവസ്ഥയിലായി തിരുവനന്തപുരത്തുകാർ. VV രാജേഷും അതേ അവസ്ഥയില്ല, മേലോട്ട് നോക്കി നിൽക്കുകയാണ്. പണ്ട് V മുരളീധരൻ വന്ന് പെട്രോൾ വിലവിനെ കുറിച്ച് ഇവിടെ ഘോരം പ്രസംഗിച്ച ഓർമ്മയില്ലേ? കൂടുന്നതിൻ്റെ ഒരു അംശമാണ്, കുറയുന്നതിൻ്റെ ഒരു അംശം ഇവിടെ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു കണക്ക് അവതരിപ്പിച്ചില്ലേ? ആ കണക്ക് കേട്ട് അന്ന് കണ്ണുതള്ളി എന്നൊരു VV രാജേഷ് ഉണ്ടായിരുന്നു. അതേ രീതിയിൽ ജ്യോതിയും വന്നില്ല, പുകയും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ VV രാജേഷ് കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതാണിപ്പം തിരുവനന്തപുരത്തുകാരുടെ അല്ലെങ്കിൽ VV രാജേഷിൻ്റെ BJPക്കാരുടെ അവസ്ഥ. ഇതിന് സുരേഷ് ഗോപി മറുപടി പറയണം. ഇവിടെ 2 കേന്ദ്രമന്ത്രിമാരാണ് നമുക്കുള്ളത്. ഈ ജോർജ് കുര്യനും ഉണ്ട്, സുരേഷ് ഗോപിയുണ്ട്. എന്താ കേരളത്തിന് കിട്ടിയത്? ഇനിയിപ്പോൾ പറയാം കടലാമ. ഈ കടലാമയെ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരൻ എന്ത് ഗുണം?
അത് കേന്ദ്രത്തിന് ഗുണമുണ്ടാകുമായിരിക്കും. ചെമ്മീൻ കയറ്റുമതിയിൽ അമേരിക്കയിലേക്ക് പോകുന്ന ചെമ്മീനകത്ത് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തും. ഈ കാര്യം കടലാമ ചുറ്റിയിട്ട് ഈ വല പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കടലാമകളെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന തന്ത്രം, അല്ല വേറെ ഒന്നും അല്ല ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. പിന്നെ കേരളം എവിടെയാണ്? നമ്മൾ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് വലിയ കടവും കടക്കോളവും ഒന്നും ഇല്ല. കേന്ദ്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 200 ലക്ഷം കോടി രൂപ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഡോളറിന് വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. രൂപയുടെ മൂല്യം ഇടിഞ്ഞു താന്നിരിക്കുന്നു. 90, 91, അതിന് മേലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 92 വരെ എത്തിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഡോളറിന്റെ വില, അല്ലെ രാജ്യത്ത്. അതായത് രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴുന്നു. അപ്പോൾ ഇതൊക്കെ പറയണം, ഞങ്ങൾ കടബാധ്യതയിലാണ് എന്ന്. സംസ്ഥാന സർക്കാർ കടബാധ്യതയിലാണത്രേ. ഇത് പറയുന്ന ആരാ? കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ, കടമുണ്ടാക്കുന്നവർ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ഈ 4.6 ലക്ഷം കോടിയാണ് നമ്മളുടെ കടബാധ്യതയെങ്കിൽ 200 ലക്ഷം കോടി രൂപയ്ക്ക് മേളിൽ ബാധ്യതയായിട്ട് നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാരുമുണ്ട് നമുക്ക്. ഇതെന്താ മറച്ചു പിടിക്കപ്പെടുന്നത്? ഇനി ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാലേ കേരളത്തിൽ ഇതൊക്കെ സാധ്യമാകൂ, വികസനങ്ങൾ ഉണ്ടാകൂ എന്നാണോ ബി ജെ പിക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്? വേണ്ടെന്നേ. BJP ഇല്ലാതെ തന്നെ കേരളത്തിൽ എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ മാത്രം മതി എന്ന് കേരളത്തിലുള്ള ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചത് തന്നെ. അതിനപ്പുറത്ത് അതിന് മേലേക്ക് ഒരു പരുന്തും വട്ടമിട്ട് പറക്കത്തില്ല, എത്ര ഉന്നതനായിരുന്നാലും ശരി. ഇവിടെ വർഗീയതയുടെ എത്ര വിഷവിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും ശരി, ഇതൊന്നും ഈ പറയുന്ന വർഗീയതയുടെ വിഷവിത്തൊന്നും ഇടതും വലതും മുന്നണികളിലെ മതി എന്ന് കേരളക്കാർ തീരുമാനിച്ചാൽ അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ഒരു പരുന്തും പാറി പറക്കില്ല. എത്ര കള്ളം പ്രചരിപ്പിച്ചിരുന്നാലും ജനങ്ങൾ പ്രബുദ്ധതയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളാണ്. കേരളക്കാർക്ക് റെയിൽ ആവശ്യമുണ്ട്, അതിവേഗ റെയിൽ. എവിടെ? മെട്രോമാൻ ഈ ശ്രീധരനെ അടക്കം കളിയാക്കിയില്ലേ? കളിയാക്കുന്ന ഗതിയിലേക്ക് വന്നില്ലേ കാര്യങ്ങൾ? സുരേഷ് ഗോപി മെറ്റേ മോനെ എന്ന് പറഞ്ഞിട്ട് ആ മെറ്റേ മോനോട് തന്നെ ജനങ്ങൾ തിരിച്ചു ചോദിക്കും, എവിടെയാണ് ഞങ്ങളുടെ എയിംസ്? ഞങ്ങൾക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ എയിംസ് എവിടെയാണ്? കേന്ദ്രത്തിൽ ബജറ്റിൽ ഇല്ലാത്തൊരു കാര്യമേ സുരേഷ് ഗോപി അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ. അതിനുള്ള പ്രൊവിഷൻ സുരേഷ് ഗോപിക്ക് ഉണ്ടോ? ഇല്ല. ഈ ജോർജ് കുര്യൻ ഉണ്ടോ? ഇല്ല. അതിനുള്ള പ്രൊവിഷൻ ഇല്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മളെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി കേരളം മറ്റൊരു സ്റ്റേറ്റ്, നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം പോലും മര്യാദ കിട്ടുന്നില്ലല്ലോ. നമുക്ക് ആകെപ്പാടെ നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം 2.38% മാത്രമാണെന്നേ. മറ്റു പല സംസ്ഥാനങ്ങൾക്കും 17%, അതോടൊപ്പം തന്നെ 9% മുകളിൽ പലർക്കും കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിന് തന്നുകൊണ്ടിരിക്കുന്നത് വെറും 2.38% മാത്രമാണ്. ഇനിയും മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. 50% എത്തേണ്ടിയിരുന്ന നമ്മുടെ വിഹിതം ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം 50% എത്തിക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക വെറും 41% മാത്രമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ കണക്കുകളുടെ കാര്യത്തിൽ പോലും ആ രീതിയിൽ പോലും കേരളത്തെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരായി കേന്ദ്രം മാറിയിരിക്കുന്നു. ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേന്ദ്രത്തിൻ്റെ എന്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം നടത്തിയത്? നമ്മുടെ സ്കൂളുകൾ വികസിപ്പിച്ചത്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചത് കേന്ദ്രത്തിൽ നിന്ന് എന്തോ കരിഞ്ഞ് ഇങ്ങോട്ട് തന്നിട്ടാണോ? ഇവിടെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4.5 ലക്ഷത്തിലധികം ആളുകൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു. ഈ വീട് വെച്ച് കൊടുത്തത് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ? പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്ന് പറഞ്ഞ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്താണ് നമ്മളോട് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ചിത്രം വെക്കണം എന്ന് പറഞ്ഞു. പറ്റില്ല, ഞങ്ങളുടെ നാട്ടിലുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കണ്ട എന്ന് ശക്തിയുക്തം പറഞ്ഞൊരൊറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. നിങ്ങളുടെ ചിത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നില്ല ഞങ്ങളുടെ സാധാരണക്കാരെ, ഞങ്ങൾ വീട് വെച്ച് കൊടുത്തോളാം. അങ്ങനെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നമ്മൾ വീട് വെച്ച് കൊടുത്തു. വെറും 72,000 രൂപ അതായത് കേന്ദ്രം മുടക്കിക്കൊണ്ട് നടത്താൻ പോകുന്ന പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ മുഖം വെക്കണം. നമ്മൾ കോവിഡ് കാലത്ത് ഉപയോഗിച്ച വാക്സിനിൽ പോലും ഫോട്ടോ വെച്ച കക്ഷിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. നമുക്കറിയാമല്ലോ അത്. അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ജൽജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞല്ലോ, എത്ര കോടി രൂപ നമുക്ക് പദ്ധതി വിഹിതമായി തന്നു? അവിടെ കുടിശ്ശിയിട്ടേക്കല്ലേ? അതെന്താ ചോദിക്കാത്ത മറ്റുള്ളവർ? അപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ പോലും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, ഈ സർക്കാരിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാർ ഇനി ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തേനും പാലും ഒഴുക്കും അത്രേ. രാജീവ് ചന്ദ്രശേഖരന് നാണമുണ്ടോ ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ? നാണമുണ്ടോ? നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടുത്തെ BJPയുടെ കേരള ഘടകം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിങ്ങളെ ഒന്നും നല്ലൊരു BJPക്കാരനായിട്ട് കേന്ദ്രത്തിലുള്ള ആരും പരിഗണിച്ചിട്ട് പോലും ഇല്ല, കൊള്ളാവുന്ന ഒരു BJPക്കാരനായിട്ട്. എന്നിട്ട് നാണമില്ലാതെ ഇതും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കാൻ എന്താണ് ഉളുപ്പ്? ലേശ ഉളുപ്പ് വേണം ഇവിടുത്തെ BJPക്കാർക്ക്. സത്യം പറയാമല്ലോ, ലേശ ഉളുപ്പുണ്ടാവണം. ആ ഉളുപ്പ് നിങ്ങൾക്ക് ഇല്ലാതെ പോയി. എന്നിട്ട് ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ വന്നാൽ നിങ്ങൾക്കെല്ലാം ഇത് കൊലയോടങ്ങ് തന്നേക്കാവുന്നു.
നാണമുണ്ട് ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ. ജനങ്ങൾ വിശ്വസിക്കില്ല. കാര്യം തിരുവനന്തപുരത്തുകാർക്ക് അനുഭവം ഉണ്ടെന്നേ. ഞങ്ങളെ അധികാരത്തിലേറ്റിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വന്ന് വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചില്ലേ? അതുപോലെ കേരളത്തിലുള്ള എല്ലാവരെയും പറ്റിക്കാമെന്ന് BJP-ക്കാരും കരുതണ്ട. കാരണം ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടിയും, കേന്ദ്രത്തിൽ നിന്ന് പദ്ധതി വിഹിതങ്ങൾ ലഭിക്കാതിരുന്നിട്ട് കൂടിയും ഇവിടെ പെൻഷൻ നടക്കുന്നില്ലേ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി 2000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നില്ലേ? ഉണ്ട്. നമ്മളൊരു പദ്ധതികളും മുടക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാർ ഒരു പദ്ധതികളും ഇവിടെ ഇല്ലായ്മ ചെയ്തിട്ടില്ല. എല്ലാം നടപ്പിലാക്കിയ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് പറയാതിരിക്കും ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ പിരിച്ചുവിടും എന്ന് പറയായിരിക്കും, പെൻഷൻ പദ്ധതി നിർത്തലാക്കുമെന്ന് പറയായിരിക്കും, പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്ന് മറ്റു പലരും പറയുമായിരിക്കും. പക്ഷേ ഇവിടെ ഇതെല്ലാം കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ഇതൊന്നും കേന്ദ്രത്തിൽ മുളയ്ക്കുന്ന പുല്ല് കണ്ടിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ബോധം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ജനം വിധി എഴുതട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.